ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണെന്ന് ഞെട്ടിക്കുന്ന കണക്കുമായി കേസരി വാരികയിലെ മുഖപ്രസംഗം. ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് 45% ഉയർന്നതായി ലേഖനത്തിൽ പറയുന്നു. തീർച്ചയായും രോഹിണി, ഇതിൽ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു വിഭാഗം ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതും കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഹിന്ദു ജനസംഖ്യ ഏത് രീതിയിലാണ് കുറഞ്ഞ് താഴോട്ട് പോകുന്നത്, എന്നാൽ മുസ്ലിം ജനസംഖ്യ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നതാണ് വസ്തുത. ഈ അമ്പലത്തിൽ തൂക്കിയിട്ട മണി അടിക്കും, അത് അമ്പലത്തിൽ മാത്രം അടിച്ചുകൊണ്ട് കാര്യമില്ല, പുരയിലും കൊണ്ട് അടിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ മക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതല്ലാണ്ട് ഇങ്ങനെ ചാനലിൽ വന്ന് വാർത്ത വായിച്ചു കഴിഞ്ഞാലേ മക്കളുണ്ടായിക്കൊള്ളുന്നില്ല. അതിപ്പോൾ ആര് ചാനലിൽ വാർത്ത വായിച്ചിട്ടും കാര്യമില്ല. അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആ പറഞ്ഞ സാധനം അത് ചെയ്തെങ്കിൽ മാത്രമേ മക്കളുണ്ടാവുകയുള്ളൂ. അതിന് കഴിവില്ലാത്ത ആണുങ്ങൾ ആണ് മറ്റ് എന്താ പറയുക, നിങ്ങളീ പറഞ്ഞ നിങ്ങളെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നില്ല പറയാം, ഹിന്ദുക്കളുടെ കൂട്ടത്തിലെങ്കിൽ അതിന് വല്ല ചികിത്സയും ചെയ്യാന്നല്ലാണ്ട് മുസ്ലിങ്ങളെ മെക്കിട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? അവർ നല്ല ബീഫും പൊറാട്ടയും മട്ടനും ചിക്കനും ഒക്കെ അടിച്ചിങ്ങനെ കൊഴുത്ത് എന്ത് റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പവറുണ്ട്. നിങ്ങളുടെ ആൾക്കാർക്ക് പവർ ഇല്ലെങ്കിൽ അതിന് വല്ല മുസ്ലിം പവറോ വല്ല പവറുള്ള ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്ക്, എന്നിട്ട് വന്ന് പറഞ്ഞ പരിപാടി നോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടാവും. അതല്ലാണ്ട് നമ്മൾ ചാനലിൽ കുത്തിരുന്ന് കുറേ വാർത്ത വായിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഈ ഹിന്ദുവിനെയും മുസ്ലിമും തമ്മിൽ അടുപ്പിക്കുന്ന കുറേ തീട്ട വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും മക്കളുണ്ടായിക്കൊള്ളുന്നില്ല. എന്തൊരു അവസ്ഥയാണ്. എന്തായാലും ന്യൂസിന്റെ ബാക്കി കൂടെ കേട്ടു നിങ്ങളൊന്ന്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കേസരി വാരികയിലെ മുഖപ്രസംഗത്തിൽ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ കുത്തനെ ഉയരുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ് രേഖപ്പെടുത്തുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, കൃത്യമായി തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ കേസരി വാരികയിലെ ഈ ലേഖനം തുടങ്ങുന്നത്. അതായത് ശരി, കേസരി വാരികയിൽ അതുണ്ടാവും. എന്തായാലും ഷവർമ്മ തിന്ന വർമ്മമാര് മാത്രം ചത്തത് ഹിന്ദുക്കൾ മാത്രമാണെന്ന് പറഞ്ഞ ശവത്തിന്റെ പത്രമാണ്. ആ ശവത്തിന്റെ പത്രം തന്നെ. അപ്പൊ പിന്നെ ഇതല്ല, അതിന്റെ അപ്പുറത്തും നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി പറയാം. ഭാരതത്തിൽ ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാൾ എന്നൊരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത്. കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് കൃത്യമായ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം മുന്നോട്ട് പോകുന്നത് എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1951 മുതലുള്ള 6 സെൻസസുകൾ. ഈ 6 സെൻസസുകളിലും കൃത്യമായി ശതമാനക്കണക്കിൽ മുസ്ലിം ജനസംഖ്യ ഉയരുന്നു എന്നാണ് ഈ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 1981 മുതലുള്ള മുസ്ലിം ജനസംഖ്യ 81 മുതൽ മുസ്ലിം ജനസംഖ്യ അതിവേഗമാണ് ഇവരുടെ വളർച്ച, അല്ലെങ്കിൽ ആ ജനസംഖ്യയുടെ വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും അധികം വളർച്ചാ നിരക്ക് കുറഞ്ഞ ആളുകളാണ് സിഖ് ജനസംഖ്യ ഏറ്റവും അധികം കുറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഹിന്ദുക്കളുടെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് 45% ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് എന്ന് അടിവരയിട്ട് ആ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അസമിലും ജമ്മു കാശ്മീരിലും ഒന്നും തന്നെ ഇത്തരത്തിൽ ജനസംഖ്യാ സെൻസസ് നടത്തിയിട്ടില്ല. അത് ഏറ്റവും അധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ 2 സംസ്ഥാനങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെ സെൻസസ് നടത്തുകയാണെങ്കിൽ നിലവിലുള്ള ഈ ഹിന്ദു ഭൂരിപക്ഷം 80% എന്ന് പറയുന്ന ഒരു കണക്ക് അവിടെ നിന്ന് ഇവിടെ മാറും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല ഇത് സമൂഹത്തിന് മുന്നിലേക്ക് ഒരു വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷം ഇനി എത്ര നാൾ? മാത്രമല്ല ഈ ഹൈന്ദവ ഭൂരിപക്ഷം കുറയുന്നതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വിശദമായ ലേഖനം തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ലേഖനം പുറത്തു വന്നതോടുകൂടി അതൊരു വലിയ ചർച്ചയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. രോഹിണി, ഇതൊക്കെ കേട്ടാൽ പാവപ്പെട്ട ഹിന്ദുക്കൾ വിചാരിക്കും നാളത്തോടുകൂടി ഹിന്ദു മതം നമ്മുടെ ഭാരതത്തുനിന്ന് തുടച്ചു നീക്കപ്പെടുന്നു, മുസ്ലിങ്ങൾ ഈ രാജ്യം വെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ നമുക്ക് തോന്നില്ല. അത്തരത്തിലാണ് നമ്മുടെ അനഘ കൊച്ച് ഇതിനെപ്പറ്റി സംസാരിച്ച് വിജൃംഭിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇനി ഹിന്ദു വളർച്ച ഇവിടെ പോയി ഹിന്ദുക്കൾ എന്ത് ചെയ്യും? എന്തിനാണ് തിട്ടങ്ങളെ നിങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്? 1951 സെൻസസ് പ്രകാരം നമ്മുടെ നാട്ടിൽ 84% ആയിരുന്നു ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കി വരുന്ന ഒരു 9%, 10% അടുക്ക മാത്രമേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വരുന്ന 5% ആണ് ഈ പറഞ്ഞ സിഖും ഈ പറഞ്ഞ ക്രിസ്ത്യാനും മറ്റ് എല്ലാ മതക്കാരും വരുന്നത്. അത് കഴിഞ്ഞിട്ട് 76 ഇയേഴ്സ് ആയിട്ട് ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് 84 എന്നുള്ള ഹിന്ദു കമ്മ്യൂണിറ്റി അതിപ്പോൾ ഒരു 80 വന്നിട്ടുണ്ട്. 10 എന്നുണ്ടായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി 14 വന്നിട്ടുണ്ട്. 4% കൂടിയിട്ടുണ്ട്.
ക്രിസ്ത്യാനിറ്റിയും ബാക്കിയുള്ള എല്ലാവരും കുറയുന്നുണ്ട്. കാരണം സിഖുകാരൊന്നും ഇപ്പം ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇവിടെ നിൽക്കുന്നില്ല. അവരൊക്കെ നേരെ പോകുന്നത് കാനഡയിലോട്ടും അമേരിക്കയിലോട്ടും യൂറോപ്പിലോട്ടുമാണ്. ക്രിസ്ത്യാനിറ്റിയും അത് തന്നെയാണ്. എത്ര ക്രിസ്ത്യൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ? എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ പാസ്പോർട്ട് വെച്ച് ജീവിക്കുന്നവരുണ്ട്? പകുതിയിലധികം ആൾക്കാർ പോയി കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ട്. നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് താടി വളർത്തി നാട്ടിലെ സകലമാന മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെ എവിടൊക്കെ തല്ലാൻ പറ്റും അവിടൊക്കെ തച്ചൊടിച്ച് ഇവിടെ നട്ടിക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗം പോയി കഴിഞ്ഞു. അപ്പം എൻ്റെ മക്കൾ ഈ പറഞ്ഞ് ഹിന്ദുക്കളെ പേടിപ്പിക്കാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ 4% നിങ്ങൾക്ക് കുറഞ്ഞു, അതായത് ഹിന്ദുക്കൾക്ക് കുറഞ്ഞു, മുസ്ലിങ്ങൾക്ക് കൂടി. അതാണ് നിങ്ങൾക്ക് ഒരു 75 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം. അപ്പം ഞാൻ പറഞ്ഞ പോലെ അമ്പലമണി അടി നിർത്തിയിട്ട് വീട്ടിൽ വന്ന് അടിക്കാൻ വരണം ഈ പറഞ്ഞ മണികളൊക്കെ. എങ്കിൽ ഈ മക്കളൊക്കെ ഉണ്ടാവും. അതല്ലാണ്ട് മക്കളങ്ങോട്ട് ഉണ്ടാക്കണം നിർത്തി കഴിഞ്ഞാലൊന്നും ഈ പറഞ്ഞ പരിപാടി കയറൂല. അതല്ലെങ്കിൽ വേറെ വല്ല പരിപാടി നോക്കേണ്ടി വരും. ഇനി ന്യൂസ് കഴിഞ്ഞിട്ടില്ല, ഇനി അവരുടെ ഘോര സംശയങ്ങൾ ഇനിയുണ്ട്. അതോടെ കേട്ട് നോക്കാം നമുക്ക്. അതോടൊപ്പം അനഘ, ഇത് ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കാരണം പലപ്പോഴും ഇത്തരത്തിൽ ഈ ജനസംഖ്യാ വർധനവിലടക്കം ഒരു താല്പര്യം അല്ലെങ്കിൽ ഇതിലൊരു അജണ്ടയുണ്ട് എന്ന് കൃത്യമായി തന്നെ പലപ്പോഴും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികളുടെ ജനസംഖ്യ വലിയ രീതിയിൽ ഉയരുകയും അതോടൊപ്പം ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷം എന്നുള്ളത് വലിയ രീതിയിൽ കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇതിൽ ചില അജണ്ടകൾ പ്രാവർത്തികമാക്കാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു സ്വഭാവം തന്നെയാണോ ഇതിന്റെ അടിസ്ഥാനം? തീർച്ചയായും രോഹിണി, ഇതിൽ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു വിഭാഗം ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതും കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഹിന്ദു ജനസംഖ്യ ഏത് രീതിയിലാണ് കുറഞ്ഞ് താഴോട്ട് പോകുന്നത്, എന്നാൽ മുസ്ലിം ജനസംഖ്യ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നതാണ് വസ്തുത. ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിന് പുറകിൽ മതപരമായ ചില കാരണങ്ങളുണ്ട്, അതുമായി മുന്നോട്ട് പോകാൻ ചിലർ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ആ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ നിലവിൽ ഈ കേരളത്തിലെ സർക്കാർ മാറി ഭരിച്ചിരുന്ന സർക്കാരുകൾ അടക്കമുള്ള അവരുടെ താല്പര്യം അത് ഈ ഹിന്ദു ഭൂരിപക്ഷം ഈ മുസ്ലിം ഭൂരിപക്ഷം ഉയരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് മറച്ചു വെക്കാനുള്ള ഒരു താല്പര്യം ഈ ഇടത് വലതു പക്ഷത്തിന് ഉണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തി തന്നെയാണ്. ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ 2040 ഈ ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുള്ള നാട് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ രീതിയിലൊക്കെ തന്നെ ഈ ഇത്തരത്തിലൊരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല രോഹിണി. നിങ്ങൾക്ക് രണ്ടാക്കുകയെ തൂങ്ങിച്ചാവൻ ഞാൻ പറയില്ല, തൂറിച്ചാവനെ ഞാൻ പറയുള്ളൂ. മലൻ ടി വിയിലായതുകൊണ്ട് ഇമ്മാതിരി വാർത്ത നാട്ടിൽ കൊടുത്തിട്ട് ഈ ആൾക്കാരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതല്ലെങ്കിൽ മുസ്ലിം ഹിന്ദുവിനെ അടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെറ്റ വർത്താനം പറയാൻ നിൻ്റെയൊക്കെ നാവ് പൊന്നുന്നുണ്ടല്ലോ. നിനക്കൊക്കെ പോയി തൂറി ചത്തുടടി, തൂറി ചത്തുട. നിനക്കൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. അതായത് കേരളത്തിൽ ഇടത് വലത് ഭരണം മാറി വരുന്നത് അവർ ഈ മുസ്ലിമിൻ്റെ എണ്ണം കൂടുന്നത് മറച്ചു വെക്കുന്നത്. ഈ നാട്ടിൽ സെൻസസ് എടുക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയാണ്. അത് നടത്താണ്ട് നടക്കുന്നത് നിങ്ങളുടെ താടിജിയാണ്. താടിജിക്ക് അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണ് അത് തടഞ്ഞു നിർത്തുന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഇമ്മാതിരി വാർത്താ ചാനലിൽ വന്ന് കൊണയ്ക്കുന്ന സമയത്ത് തലയിലുണ്ടാവണം. അതല്ലാണ്ട് ഇമ്മാതിരി ചെറ്റ വർത്താനം പറയാനല്ല ഈ മലം ചാനൽ പോലെ ചാനൽ തുറന്നു വെക്കേണ്ടത്. വെറുതെ അല്ല ഇതൊക്കെ ഇമ്മാതിരി ഈ തീട്ട ചാനലിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നത്. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി 2040 ആകുമ്പോഴേക്കും എന്ത് കോണക വർത്താനങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്നത്. 75 കൊല്ലം കൊണ്ട് ഇപ്പോഴും 14% നിൽക്കുന്ന മുസ്ലിങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 15, 2040, 47 15-20 കൊല്ലം മതി. കൊല്ലാകുമ്പോഴേക്കും ഇന്ത്യ പിടിച്ചടക്കുന്നു. ഏറിപ്പോയാൽ 14 ഉള്ളത് 16-17%. അപ്പോഴും നമ്മുടെ നാട്ടിൽ 79-80% ഹിന്ദു രാജ്യത്ത് ഏത് ജമാഅത്ത് ഇസ്ലാമി നാട് പിടിക്കുന്നു? ഈ നാട്ടിൽ ഇപ്പോൾ ഉള്ള 14% പോലും 0.000% മാത്രമുള്ള ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഈ രാജ്യം പിടിക്കാൻ വന്നവരാ. ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി? ഇവിടെ എത്ര പ്രശ്നങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ട് ഈ നാട്ടിലുണ്ടായി?
ഊളത്തരങ്ങൾ വന്ന് പറയാൻ നിൽക്കരുത്. വാർത്ത അറിയില്ല, അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല, ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും പോലും അറിയാണ്ട് എങ്ങനെ തിന്ന് തൂറുന്നു. ഈ ചാനലിന് കിട്ടുന്ന പൈസ വെച്ചിട്ട് മലം നമ്പ്യാരെ പോലത്തെ ഇമ്മാതിരി ഊളകളെ വെച്ചിട്ട്, അതല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ എച്ചിലുകളെ കൊണ്ടിരുത്തി, നമ്പ്യന്മാരെ കൊണ്ടിരുത്തി, പിന്നെ നമ്മുടെ എന്താ പറയുക നിഷ്പക്ഷ പണിക്കന്മാരെ കൊണ്ടിരുത്തി ഇമ്മാതിരി ഊക്യ വർത്താനം പറഞ്ഞ് ഈ പാവം സംഖ്യകളെ നിങ്ങൾ എത്ര കാലം പറ്റിച്ചു തിന്നു? അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങളുടെ മുതലാളി പോലും, ഞാൻ ചങ്കരനോ എൻ്റെ പേരെന്തോ എനിക്ക് മറന്നുപോയി, ഓൻ പോലും ദുബായിൽ ഷെയ്ഖിന്റെ മറ്റേ ചന്തി കൈ ഉണ്ടാക്കിയ പൈസ വെച്ചിട്ടാണ് ഇവിടെ ജനം ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പച്ചക്ക് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഈ മലം ചാനലിനോടൊക്കെ ഇമ്മാതിരി മല വർത്താനങ്ങളെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ചാനൽ ഇപ്പൊ വാർത്ത വായിച്ചോണ്ട് 2 പേരെ കണ്ടില്ലേ, അവർ പറഞ്ഞ വാർത്തകൾ ശ്രദ്ധിച്ചില്ലേ? ഈ രാജ്യത്ത് അതായത് മുസ്ലിങ്ങൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, അത് ഭയാനകമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഈ രാജ്യത്തെ ആൾക്കാർ ആശങ്കപ്പെടണം, ഹിന്ദുക്കൾ ആശങ്കപ്പെടണം. ഇതൊരുമാതിരി കലാപാഹ്വാനം പോലത്തെ പരിപാടി. അതൊക്കെ ഇതിനൊക്കെതിരെ കേസെടുക്കണ്ടേ? ഇങ്ങനത്തെ ന്യൂസിനെതിരെ എന്തേ പിണറായിച്ച കേസെടുക്കാൻ വയ്യേ നിങ്ങൾക്ക്? പച്ചക്ക് വന്ന് പറയാണ്, കേസരി പോലത്തെ ഒരു ചാണക പത്രത്തിലെ അതിന്റെ എഡിറ്ററും അതിന്റെ ചീഫായിട്ടുള്ള ഒരു ചാണക മധുവാണ് കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തൊരു കലാപാഹ്വാനം ഉണ്ടാക്കാൻ ട്രൈ ചെയ്തത് കേരളത്തിൽ. അവൻ കുത്തിക്കുറിച്ച് എഴുതിയിട്ടുള്ള അവന്റെ ചെറ്റ വർത്താനായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പത്രത്തിനെതിരെ എടുക്കണം. അതുപോലെ തന്നെ ഈ ന്യൂസ് വായിച്ചിട്ടുള്ള ഈ ന്യൂസ് എഡിറ്റേഴ്സിന്, ഈ ന്യൂസിലെ കംപ്ലീറ്റ് ആൾക്കാർക്കെതിരെ എടുക്കണം. ഹിന്ദുക്കളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ രാജ്യത്തിന് ആപത്താണ്, മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ രാജ്യത്തിന് ആപത്താണ്, മറ്റതാണ് മറിച്ചതാണ് പറഞ്ഞാൽ ഇത്ര ചെറ്റ വർത്താനം പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്ക് ആർക്കും തോന്നില്ല? ഈ വാർത്ത ആരും കണ്ടില്ലേ? പിന്നെ മലം ചാനലാണ് എത്രത്തോളം ആള് കാണുന്നറിയില്ല. സംഖ്യകൾ കുറെ പേര് കാണുന്നുണ്ടല്ലോ, അവർക്ക് പുളകം കൊണ്ട് വിജൃംഭിക്കാൻ അത് മതിയല്ലോ അല്ലേ? സത്യത്തിലുള്ള യഥാർത്ഥ സെൻസസ് എന്താണ്, യഥാർത്ഥ ഡാറ്റ എന്താന്ന് വേണം. അതല്ലാണ്ട് ഈ ഹിന്ദുത്വ തലയിൽ കയറിയിട്ട് ഇമാതിരി ആൾക്കാരെ കുത്തിത്തിരിവുണ്ടാക്കരുത്. മണി അടിക്കേണ്ടത് വീട്ടിലാണ്, അമ്പലത്തിൽ മാത്രം അടിച്ചാൽ പോരാ മക്കളുണ്ടാവണമെങ്കിൽ.